ഹായ് ഓൾ, ഇന്ന് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് 1 മീറ്റർ ഫാബ്രിക് കൊണ്ടുള്ള ഒരു എ ലൈൻ ടോപ്പാണ്. അതും നെക്ക് പാറ്റേൺ ഒരു സെമി കോളർ നെക്ക് വരുന്നതായിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫാബ്രിക് രണ്ടായിട്ട് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് 2 പീസ് സെയിം വിഡ്ത്തും ലെങ്ത്തും ഉള്ളത് എടുത്തിട്ട് ഇതിനെ ഒരു വട്ടം മടക്കിയിട്ടേക്കുവാണ്. ലെങ്ത് ഏകദേശം 40-42 ഒക്കെ വരുന്നുണ്ട്. വീതി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആ വീതി കൂടുതലുള്ളത് കൊണ്ടാണ് അതിനെ വീതി ഭാഗത്തു നിന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എ ലൈനാക്കി ചെയ്യാമെന്ന് നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഒരു 6 ഇഞ്ചൊക്കെ ഇറക്കാം. ബാക്ക് നെക്ക് ഒരു 2 ഇഞ്ചൊക്കെയാണ് ഇറക്കുന്നത്. കോളർ പോലെ വരുന്നുണ്ട്. പിന്നെ ആം റൗണ്ടിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഷേപ്പ് ബോഡി ഷേപ്പിന് വേണ്ടി എടുക്കുന്നത് 10 ഇഞ്ചാണ്. കുറച്ചുകൂടെ താഴേക്ക് വീണ്ടും അതിൽ നിന്നും കുറച്ച് ഓരോ ഇഞ്ചായിട്ട് കുറച്ച് കൊണ്ടുവരിക. അടുത്ത് നമ്മൾ 7 ഇഞ്ച് കഴിഞ്ഞിട്ട് അടുത്ത് 9 ഇഞ്ചിലൊരു 9 ഇഞ്ച് തന്നെ, അടുത്ത് 14 ഇഞ്ചിൽ വീണ്ടും 1 ഇഞ്ച് കുറയ്ക്കുക. 8 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്യുക. വീണ്ടും ഒരു 21 ഇഞ്ചാണ് ഹിപ്പ് ലെങ്ത് വരുന്നത്. അവിടെ വരെയാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത്. 21 ഇഞ്ച് എത്തുമ്പോൾ നമ്മൾ വീതി വീണ്ടും കൂട്ടിക്കൊണ്ട് പോവുക. ആദ്യം എടുത്തതുപോലെ 10 ഇഞ്ച് തന്നെ ഇവിടെ എടുക്കുക. ഒരു 1/2 ഇഞ്ച് 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൂടി ഇട്ട് കൊടുക്കുക. മൊത്തത്തിൽ ഞാൻ പറഞ്ഞ 40 ഒക്കെ കിട്ടുന്നുണ്ട് ഇറക്കം. അപ്പോൾ അവിടുന്ന് 1 ഇഞ്ച് മുകളിലേക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു കർവ് പോലെ കൊടുക്കുക. എ ലൈൻ ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആണെങ്കിൽ, സൈഡ് ഓപ്പൺ ആണെങ്കിൽ ഈ മാർക്ക് ചെയ്ത 21 ഇഞ്ചസിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ 10 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ലൈനാണ്. ഇതിപ്പോൾ നമ്മൾ ചെരിച്ച് വരച്ചിട്ട് ഇതുവരെ കിട്ടുന്നുണ്ട് അത്രയും തന്നെ ഫുൾ ചെരിച്ച് മാർക്ക് ചെയ്തേക്കുവാണ്. പിന്നെ നമ്മൾ ഈ ഷേപ്സ് എല്ലാം ഒന്ന് വരച്ചെടുക്കുക. ഒരു 1 ഇഞ്ച് 1-1.5 ഇഞ്ചൊക്കെ എക്സ്ട്രാ കൂടെ സൈഡിൽ കൂടെ ഒന്നുകൂടെ വരച്ചു കൊടുക്കുക. അപ്പം നമുക്ക് ഷേപ്പ് അനുസരിച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതിയാവും. ഞാൻ ഫ്രണ്ട് നെക്ക് ഇതിവിടെ കട്ട് ചെയ്തെടുക്കത്തേക്കുന്ന മാർക്ക് ചെയ്തത്, ആ മാർക്കിങ് നമുക്ക് ഇച്ചിരി താഴെ കാണുന്നുണ്ടല്ലോ, മാർക്ക് ചെയ്തതിൽ നിന്ന് 2 ഇഞ്ച് കയറ്റിയിട്ടാണ് റൗണ്ട് നെക്ക് കട്ട് ചെയ്തെടുത്തത്. കാരണം ഈ 2 ഇഞ്ച് ഇറക്കത്തിലേക്ക് നമ്മളൊരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് വി പോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊരു 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി റൗണ്ട് നെക്കിൽ നിർത്തിയിട്ട് ആ 2 ഇഞ്ച് താഴേക്ക് നമ്മളിതുപോലെ വി മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറയും ഇപ്പുറയും സൈഡിൽ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ വീതിക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. നെക്ക് ഒരുപാട് ഇറങ്ങാത്തത് കൊണ്ട് തന്നെ വി കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ടിരുന്നാലും കുഴപ്പമില്ലാത്തതാണ്. എന്നിട്ട് നമ്മൾ ആ വരച്ചതുപോലെ ആ സൈഡിൽ കൂടെ വി പോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിൽ പോർഷൻ വരുന്ന കട്ട് ചെയ്ത് മാറ്റുക. അപ്പം എന്നിട്ട് ജസ്റ്റ് ആ ക്ലോത്ത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ എടുക്കാം. അവിടെ നമ്മൾ നീറ്റായിട്ട് അകത്തേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വി ഷേപ്പ് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആ റൗണ്ട് നെക്ക് എവിടെയാണോ നിർത്തിയത്, ആ റൗണ്ട് വരുന്ന എൻഡ് ചെയ്യുന്ന ആ വിയുടെ 2 സൈഡിൻ്റെ ആ വിയുടെ ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ വരെ നമ്മൾ കോളർ പോലെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് വീതിയിലും എടുക്കാം. ഞാൻ വളരെ ചെറിയ കോളറാണ്, 1 ഇഞ്ചൊക്കെ വീതിയിൽ വരുന്ന കോളറാണ് ചുറ്റിനും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ ജോയിൻ ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫുള്ള് ചുറ്റിനുമുള്ള മെഷർമെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ കോളർ വെക്കേണ്ട ക്ലോത്ത് അതിൻ്റെ നീളം എടുക്കാനായിട്ട്. കുറച്ച് നീളം കൂടിയ ക്ലോത്ത് ആണെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്ന ഫാബ്രിക് കട്ട് ചെയ്ത് കളയാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ ഒരു കോളർ നെക്കാണ് ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കോളറല്ല, ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് ചെയ്യുന്ന കോളറായിരുന്നു. അതിൽ ഞാൻ ട്രേസിങ് പേപ്പറൊക്കെ വെച്ചിട്ടാണ് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് ക്ലോത്താണ്, അങ്ങനെ തന്നെ മതി ആയതുകൊണ്ടാണ് ഞാൻ കോളറിൽ ഈ നോർമൽ ആ ക്ലോത്ത് മാത്രം എടുത്തേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വേറെ ക്ലോത്തോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഹാർഡായിട്ടിരിക്കില്ല, അങ്ങനെ തന്നെ കിടക്കുന്നേ ഉള്ളൂ ക്ലോത്ത്. അപ്പോൾ മൊത്തത്തിൽ 2 ഇഞ്ചാണ്.
അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് 1 ഇഞ്ച് വീതിയേ കിട്ടത്തുള്ളൂ. കുറച്ചുകൂടെ വീതി വേണമെന്നുള്ളവർക്ക് ഈ മൊത്തത്തിൽ ഈ കോളറിന് ക്ലോത്ത് എടുക്കുമ്പോൾ ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ ഒക്കെ എടുക്കാം. പക്ഷേ ഇത് നമ്മുടെ കഴുത്തിൽ തന്നെ പതിഞ്ഞ് കിടക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് വളരെ തിന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തത്. എന്നിട്ട് ഒരു എൻഡിൽ നിന്ന് തുടങ്ങി മറ്റേ എൻഡ് വരെ നമ്മുടെ വി ഷേപ്പ് നിൽക്കുന്നിടം വരെ ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യുക, പിന്നെ നമ്മുടെ ആ സ്റ്റിച്ചിങ് വരുന്നതെല്ലാം കൂടെ ക്ലോസ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് ഇപ്പോൾ മടക്കി അടിക്കുന്നത്. ആ വി നെക്കിൻ്റെ അവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ചിങ് കൊടുക്കാനായിട്ട്. ക്ലോത്ത് ഇല്ലെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പോലെ തോന്നും. അതെല്ലാം പതിച്ച് നല്ലതായിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ചിങ് കൊടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഭംഗിയുണ്ടാവുക. ഈ രീതി വളരെ എളുപ്പമാണ്. ഒരൊറ്റ പീസ് ക്ലോത്ത് മാത്രം വെച്ചിട്ടാണ് കോളർ ഫുള്ള് ചെയ്തെടുക്കുന്നത്. ഇല്ല എങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് പട്ടിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉറച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഫുൾ ക്ലോസ്ഡ് നെക്കും കൂടെ ആയതുകൊണ്ട് ആണ് ഞാൻ പേപ്പർ ഉള്ളിൽ വെച്ച് ചെയ്തത്. അതും വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഈ രീതിയിൽ തന്നെയാണ് ജസ്റ്റ് ഒരു ക്ലോത്ത് നീളത്തിലെടുത്തിട്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു സൈഡിലേക്കായിട്ട് ആ പേപ്പർ അറ്റാച്ച് ചെയ്ത് അയൺ ബോക്സ് കൊണ്ട് അയൺ ചെയ്യുമ്പോൾ അതവിടെ ഇരിക്കും. അതാദ്യം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മറ്റേ എൻഡിൽ പേപ്പർ വരാത്ത എൻഡ് അതിലേക്ക് മടക്കി വെച്ചിട്ടായിരുന്നു അന്ന് ചെയ്തത്. ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വോയിസ് ഇട്ടിട്ടില്ല. ഫുള്ള് വോയിസ് എല്ലാം പോയിരിക്കുമായിരുന്നു കോൾഡായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ്. നെക്കൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൈഡും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഷേപ്പിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എ ലൈൻ ആയതുകൊണ്ട് തന്നെ അത് വളരെ നീറ്റായിട്ട് കിടക്കും. അങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് ക്ലോത്ത് ആയതുകൊണ്ട് ഇതൊരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്നത് കൂടെയാണ്. അതുകൊണ്ട് ഓണത്തിനൊക്കെ വെയർ ചെയ്യാൻ നല്ലൊരു ഔട്ട്ഫിറ്റായിരിക്കും ഇത്. ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ ഇതൊരു 180 റുപ്പീസൊക്കെ ഉള്ളൂ. കുറച്ച് ഇടയ്ക്കൊരു ഗ്ലേസിങ് വരുന്ന ടൈപ്പ് ക്ലോത്താണ്. ഈ നെക്ക് പാറ്റേൺ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്ലീവ്സിൻ്റെ വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇതുപോലുള്ള ഓണം കളക്ഷൻസിൻ്റെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അത് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.